പ്രിയപ്പെട്ടവരെ, ഈ കർക്കിടക മാസത്തിൽ, രാമായണ മാസത്തിൽ രാമായണം പഠിക്കുക എന്നുള്ളത് വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. ഈ രാമായണം മുഴുവൻ വായിക്കാൻ കഴിയാത്തവർക്ക് പണ്ട് സ്വാതി തിരുനാൾ ചക്രവർത്തി, നമ്മുടെ രാജാവ്, അദ്ദേഹം ഒരു പാട്ട് ഒന്ന് എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഭാവയാമി രഘുരാമം എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. ഇത് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. വെങ്കടേശ സുപ്രഭാതം, അതായത് കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ എന്നുള്ള പാട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശസ്തമായിട്ടുള്ള ഒരു പാട്ടാണ്, ഒരു കീർത്തനമാണ് ഭാവയാമി. ഭാവയാമി രഘുരാമം എന്നുള്ള ഈ പാട്ട് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, രാമായണ കഥ മുഴുവൻ 6 ചരണങ്ങളിലായി ചുരുക്കി വിവരിച്ചിരിക്കുകയാണ് ഈ കൃതിയിൽ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ രാമായണ കഥ മുഴുവൻ കേട്ടതായി നിങ്ങൾക്കറിയാൻ കഴിയും. സ്വാതി തിരുനാൾ വന്നിട്ട് സാവേരി എന്നുള്ള ഒരു രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു കൃതിയാണ് ഭാവയാമി. സെമ്മങ്കുടി ശ്രീനിവാസയ്യർ ഈ കൃതിയെ രാഗമാലികയിൽ വിന്യസിച്ച് ചിട്ടസ്വരങ്ങളെല്ലാം ചേർത്ത് അതിമനോഹരമായ ഒരു കീർത്തനമാക്കി മാറ്റുകയുണ്ടായി. MS സുബ്ബലക്ഷ്മി അനശ്വര ഗായിക ഈ കൃതിയെ പാടി അതിന് ജനകീയമാക്കി മാറ്റുകയും ചെയ്തു. ഓരോ ചരണങ്ങളിലും രാമായണത്തിലെ ഓരോ കാണ്ഡത്തിലെ കഥയാണ് പറയുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വിശേഷം. അതായത് പല്ലവി,